ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അതും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെതാണ് ഈ വന്നിരിക്കുന്നത്. വളരെയധികം കാത്തിരുന്ന ഒരു തസ്തികയാണ്, വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു തസ്തികയാണ്. പ്രത്യേകിച്ചും സയൻസ് മേഖലയിലുള്ളവർക്കും ബിടെക്കുകാർക്കും മാത്രമേ ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ എന്നത് ഈ ഒരു എക്സാമിനേഷൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് കരുതി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് എഴുതാൻ പറ്റുന്നതെന്നും എങ്ങനെയാണ് എക്സാമിനേഷൻ നേച്ചർ എന്നൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ 309 വേക്കൻസികളിലേക്കാണ് ടോട്ടൽ വേക്കൻസികളായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന മിനി രത്ന സ്റ്റാറ്റസ് ഉള്ളൊരു സ്ഥാപനമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി ആയ ഇവർ തന്നെ നേരിട്ട് നടത്തുന്ന എക്സാമിനേഷനാണ്. അത്യാവശ്യം നല്ല സാലറി ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് യോഗ്യത എന്ന് പറയുന്നത് സയൻസ് വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ഫിസിക്സ്, മാത്സ്, ഒപ്പം തന്നെ ബിടെക് മുതലായ മേഖലയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. പാസ് മാർക്ക് മാത്രം മതിയാകും. പ്രത്യേകിച്ച് ഒരു മാർക്കിൻ്റെ ക്രൈറ്റീരിയ നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല എന്നതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയുന്നു. ഈ മേഖലയിൽ, അതായത് നിങ്ങൾ ബിരുദത്തിൽ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഈ പോസ്റ്റിൽ നിങ്ങൾക്ക് മാത്സും ഫിസിക്സും ഉണ്ടായിരിക്കണം. അത് ബിടെക് എടുത്തവർക്കും ഇത് ബാധകമാണ്. നിങ്ങളുടെ ബിടെക് അല്ലെങ്കിൽ BE ഡിഗ്രിയിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സെമ്മിൽ മാത്സും ഫിസിക്സും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണമെന്നത് ഒരു അടിസ്ഥാന യോഗ്യത തന്നെയാണ്. ഇതില്ലാത്ത ബിടെക്കുകാർക്കും ഇതില്ലാത്ത ഡിഗ്രി ഹോൾഡേഴ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഒക്കില്ല എന്നതുകൂടി ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതുന്നതിന് അടിസ്ഥാനമായിട്ട് വേണ്ടുന്ന യോഗ്യത എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, മാത്സ്, ഈ 2 സബ്ജക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയുടെ എക്സാമിനും ഈ 2 വിഷയങ്ങൾക്കും ഹോൾഡ് ഭയങ്കര കൂടുതലാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. എയർപോർട്ട് അതോറിറ്റിയുടെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 02/2025 CHQ എന്ന നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. നിങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് പ്രകാരം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് പോകാം. ആദ്യമായിട്ട് ഫുൾ ടൈം റെഗുലർ ആയിരിക്കണം. നിങ്ങളുടെ യോഗ്യത എന്ന് പറയുന്നത് റെഗുലർ രീതിയിൽ തന്നെ നിങ്ങൾ നേടിയതായിരിക്കണം. അതിൽ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് 3 ഇയർ ഇൻ സയൻസ്, അതിൽ തന്നെ BSc വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. BSc വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, നിങ്ങളുടെ BSc ബിരുദം എന്ന് പറയുന്നത് ഫിസിക്സും മാത്സും കൂടിയതായിരിക്കണം എന്ന് എടുത്തു പറയുന്നുണ്ട്. ഇനിയും രണ്ടാമതായിട്ട് ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിൻ, അവിടെയും കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഫിസിക്സും മാത്തമാറ്റിക്സും ഒരു സബ്ജക്റ്റായിട്ട് ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ പഠിച്ചേ മതിയാകൂ. ഇതില്ലാതെ നിങ്ങൾ നേടിയിരിക്കുന്ന ബിടെക്കിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഒക്കില്ല. അടുത്തതായിട്ട് കാൻഡിഡേറ്റ്സിന് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് നിങ്ങൾ മീഡിയം ഓഫ് ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതിയവരുമായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് +2 എക്സാമിനേഷൻ നമ്മൾ പ്രാദേശിക ഭാഷയിൽ ഏതെങ്കിലുമൊക്കെയാണ് എഴുതിയതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ പലപ്പോഴും +2 ഒക്കെ മലയാളത്തിൽ എഴുതുന്നൊരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അത്തരത്തിൽ എഴുതിയവർക്ക് പറ്റില്ല. തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലെയൊക്കെ പലരും ഹിന്ദി, തമിഴ് മുതലായ വിഷയങ്ങളിലും എക്സാമുകൾ +2 എഴുതുന്നൊരു പ്രവണതയുണ്ട്. തെലുങ്കിൽ എഴുതുന്ന പ്രവണതയുണ്ട്. ഇങ്ങനെയൊക്കെ എഴുതി പാസ്സായവർക്കും എന്ത് ചെയ്യാൻ ഒക്കില്ല, ഇത് അപേക്ഷിക്കാൻ ഒക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പല കുട്ടികളും മലയാളത്തിൽ എഴുതിയാലും ഇംഗ്ലീഷിൽ എഴുതിയാലും അത് സർട്ടിഫിക്കറ്റിൽ വരില്ല എന്നതുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് നിലവിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നതിൽ ലാംഗ്വേജ് അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇവരിങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിലും അത് ബാധകമല്ല. എന്നാൽ തമിഴ്നാട്ടിലും കർണാടകയിലും ചിലപ്പോൾ ആന്ധ്രയിലുമൊക്കെ അവരെഴുതുന്നതിൽ മീഡിയം കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാറുണ്ട്. കേരളത്തിൽ +2 അങ്ങനെ സ്പെസിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് +2 VHSC ഒക്കെ നമ്മൾ എഴുതി പാസ്സാവുന്നത് +2 പാസ്സായി എന്ന് മാത്രമായിരിക്കും. അതിൽ പൊതുവേ നമ്മുടെ മീഡിയം വെക്കാറില്ല. അതുകൊണ്ട് നമ്മളെ ഇത് ബാധിക്കില്ല, നമുക്ക് ധൈര്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും പ്രായപരിധിയാണ്. അടിസ്ഥാനപരമായിട്ട് പ്രായപരിധി കൺസിഡർ ചെയ്യുന്നത് 24/5/2025 എന്ന ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്.
ഒന്നുകൂടി പറയാം, ഡേറ്റ് കൺസിഡർ ചെയ്യുന്നത് 24/5/2025 എന്ന ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് 27 വയസ്സ് കവിയാൻ പാടില്ല ജനറൽ കാറ്റഗറിക്ക്, അതായത് അൺറിസർവ്ഡ് കാറ്റഗറിക്കും ഒപ്പം തന്നെ എക്കണോമിക്കലി വീക്കർ സെഷൻ EWSനും ഈ ഒരു പ്രായം കടക്കാൻ പാടില്ല. എന്നാൽ OBC, SC, ST മുതലായ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായിട്ടുള്ള പ്രായ പരിധിയിൽ ഇളവ് ലഭിക്കും. SC വിഭാഗങ്ങൾക്ക് 5ഉം ഒപ്പം തന്നെ OBC വിഭാഗങ്ങൾക്ക് 3ഉമാണ് ഇളവ് ലഭിക്കുന്നത്. ഈ SC, ST, OBC വിഭാഗങ്ങൾ ഇതിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കേണ്ടത് നമ്മുടെ തഹസിൽദാറിൻ്റെ ഓഫീസിൽ നിന്നാണ്. മനസ്സിലാക്കുക, ഇത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടുന്ന OBC സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്നാണ്. ഈ അടുത്ത് ആരെങ്കിലും വാങ്ങിയ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ UPSC എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ളതിന് അപേക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിലും, റെയിൽവേയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിലും, ഇനിയും SSC പോലുള്ള എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനും ഈ ഒരു വർഷത്തിൻ്റെ വാലിഡിറ്റിയിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. കാരണം അതിനൊരു നമ്പറുണ്ട്, ആ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണ്. ഇനിയും നിങ്ങൾ അപേക്ഷിക്കുന്ന തസ്തികയുടെ റെമ്യൂണറേഷനെ പറ്റിയാണ്, അതായത് നിങ്ങളുടെ ശമ്പളം എത്രയാണ് എന്നുള്ളതാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് B ആണ് നിങ്ങൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന പോസ്റ്റ്. ഇവിടെ സാലറി ആയിട്ട് പറയുന്നത് 40,000 രൂപ, ഒപ്പം അതിൻ്റെ 3% പ്ലസ് 1,40,000 രൂപ. അതായത് ഈ ഒരു സ്ലാബിനകത്തായിരിക്കും നിങ്ങളുടെ സാലറി. അതായത് 40,000 രൂപ മുതൽ 1,40,000 രൂപ വരെ സാലറി കിട്ടുന്ന ഒരു നല്ല തസ്തികയാണ്. കയറുമ്പോൾ തന്നെ പോസ്റ്റിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റെമ്യൂണറേഷൻ കിട്ടുന്നൊരു പോസ്റ്റ് കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു യോഗ്യത ഉള്ളവർ ഈ ഒരു പോസ്റ്റിന് വേണ്ടി തീർച്ചയായിട്ടും ഡെഡിക്കേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്ത് എഴുതാൻ നോക്കുക. കാരണം കിട്ടിയാൽ നിങ്ങളുടെ ലൈഫ് ഒരു സെയിം സോണിൽ തന്നെ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്തതായിട്ട് സെലക്ഷൻ പ്രൊസീജിയറാണ്. ആസ് യൂഷ്വൽ ഈ ഒരു എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, CBT എക്സാം ആണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്കാണ്. അതിനുശേഷം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ ഒരു എക്സാമിനേഷന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളൊരു കാര്യം. അതായത് നമ്മൾ നിലവിലെഴുതുന്ന എല്ലാ മത്സര പരീക്ഷകളിലും നമ്മൾ കാണുന്നൊരു പ്രവണതയാണ് നെഗറ്റീവ് മാർക്കിംഗ്. എന്നാൽ ഈ ഒരു എക്സാമിനേഷന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് UGC നെറ്റിലൊക്കെ സമാനമായിട്ട് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇവർ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അസ്യൂം ചെയ്യാവുന്ന ആൻസറുകളൊക്കെ, അതായത് നമുക്ക് ഏകദേശ ധാരണയുള്ള ആൻസറുകളൊക്കെ മാക്സിമം അറ്റംപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് പാറ്റേൺ നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നിലവിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും മറ്റ് പല എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടത്, അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസ് സ്ട്രാറ്റജിയിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതാണ് എന്നത് ഇവിടെ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനുകളെയും കൃത്യമായി എലിമിനേറ്റ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സ്കോർ കൂടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് ഇവിടെ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്, അത് മറ്റൊന്നുമല്ല, ഈ ഒരു എക്സാമിനേഷന് കട്ട് ഓഫ് അതുകൊണ്ട് തന്നെ നല്ല ഉയരത്തിലേക്ക് എത്തും. അതായത് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് മാർക്ക് ഉയർന്ന കട്ട് ഓഫ് മാർക്കിലേക്ക് എത്തും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, കട്ട് ഓഫ് മാർക്ക് കടക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അതായത് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും ഇവർ ജോലിക്കായി സെലക്ട് ചെയ്യാനുള്ള സാധ്യതയും ഭയങ്കര കൂടുതലാണ്. ഇനിയും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ശേഷം ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറാണുള്ളത്. അതിനുശേഷം സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, ഫിസിക്കൽ, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, ദെൻ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ട്. ഇത്രയും പ്രൊസീജിയറിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ നിയമിതരാകുന്നത് അത്ര തന്ത്രപ്രധാനമായ മേഖലയിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം അവർ തന്നെ നേരിട്ട് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഏത് ഘട്ടത്തിലെങ്കിലും നിങ്ങൾ ഫെയിലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതല്ല. ഇനിയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കാൻഡിഡേറ്റ്സിനെ മാത്രമേ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷനായിട്ട് അതിനുശേഷം വോയിസ് ടെസ്റ്റിനായിട്ടും വിളിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നുള്ളൂ. ഇത്രയും പ്രൊസീജിയേഴ്സ് കടന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയുള്ളൂ. ഇനിയും ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എന്നുള്ളത്. അതായത് 1000 രൂപയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ബാധകമായിട്ട് വരുന്നത്. ഇത് 1000 രൂപ എന്ന് പറയുന്നത് GST ഉൾപ്പെടുന്ന ചാർജായിട്ടാണ് പറയുന്നത്. ഇനിയും ഡേറ്റുകളാണ് ഈ ഒരു എക്സാമിനേഷനുമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 25/4/2025
2025 അതായത് 25/4/2025 ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഇനിയും ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 24/5/2025. ഏതാണ്ടൊരു 1 മാസത്തോളം സമയം നമുക്ക് ഇതിനു വേണ്ടി അപേക്ഷിക്കാൻ കിട്ടും എന്നുള്ളതാണ്. ഇനിയും ഇതിൻ്റെ എക്സാമിനേഷൻ വളരെ പെട്ടെന്ന് തന്നെ അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അത് സൈറ്റ് വഴി തന്നെ അറിയിക്കുന്നതായിരിക്കും. www.aai.aero എന്ന് പറയുന്ന സൈറ്റ് വഴി തന്നെ അറിയിക്കുന്നതായിരിക്കും. വളരെ വൈകില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യമാണ്. ഒപ്പം തന്നെ എക്സാമുമായിട്ട് മുമ്പോട്ട് പോകേണ്ടതും വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മറ്റൊരു കാര്യം, പ്രിപ്പറേഷൻ വളരെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.